പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു കട്ട് വർക്ക് സാരീസ് എംബ്രോയ്ഡറി വർക്ക്, അതായത് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഇതുണ്ടോ, ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ്. പല്ലു അതെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ കട്ട് വർക്ക്. വളരെ സെൽഫ് പ്രിൻറ്റും സെൽഫിൽ തന്നെ ആണിത് ഫുള്ള് വന്നിരിക്കുന്നത്. ഈ കട്ട് വർക്ക് അങ്ങനെ തന്നെ വരുന്നു. അതുപോലെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കും ഈ സൈഡിലേക്കും ആ കട്ട് വർക്ക് അതുപോലെ തന്നെ പോരുന്നു. അപ്പോൾ ഇത് ട്രാൻസ്പാരൻ്റ് അല്ല, ഒരു സെമി ടെസറിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ്. ഞാനിത് വെയർ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് 1 ലെയർ ആയിട്ടോ അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടോ നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. ഈ കട്ട് വർക്ക് ലോവർ പോർഷനിൽ കംപ്ലീറ്റും വരുന്നുണ്ട്. പിന്നെ ഈ പ്ലീറ്റ്സിൻ്റെ ഹാഫ് ആയിട്ട് ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡർ ആ കട്ട് വർക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ ഈ കട്ട് വർക്ക് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ഇത് ടീൽ ബ്ലൂവിനോട് ഒരു സാദൃശ്യമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെയും ഡിസൈനുകളെല്ലാം സെയിം തന്നെ. ഫുള്ളായിട്ടും കട്ട് വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ ബോർഡർ ഫുള്ളായിട്ട് ബോർഡർ, പിന്നെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുമാണ്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പല്ലു പോർഷൻ. അതുപോലെ ഈ ഭാഗത്തേക്കും ഈ ഡിസൈൻ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്ക് തന്നെ വരുന്നുണ്ട്. വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ അങ്ങനെ വലിയ പ്രോബ്ലങ്ങളുള്ള ഒരു മെറ്റീരിയലും അല്ല. നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ, അമ്മമാർക്കോ ചേച്ചിമാർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ, കാരണം ഒരു മാര്യേജ് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ലൊരു സാരിയാണ്. റേറ്റ് വരുന്നത് 3845 വരുന്നത്. ഇതിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ ഡിസൈൻ വരുന്നുമുണ്ട്. ഒരു യെല്ലോയുടെ ഒരു ഷെയ്ഡാട്ടോ, മസ്റ്റാർഡ് യെല്ലോയുടെ ഒക്കെ ഒരു ഷെയ്ഡ്, പക്ഷെ നല്ലൊരു യെല്ലോ. അപ്പോൾ ഏത് ഒരു കളർ ടോണുകാർക്ക് അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊരു ഈ യെല്ലോയൊക്കെ കൂടുതലും നമുക്കൊരു ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടാൻ നല്ലൊരു ഷെയ്ഡാട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. സൈഡിൽ ഈ കട്ട് വർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് സെൽഫായിട്ട് തന്നെ. ഇതിൽ വേറൊരു കളറ് വരുന്നില്ല. പ്യുവർ ഏതൊരു ഷെയ്ഡാണ് ആ ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ, ഈ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഈ കട്ട് വർക്കും വന്നിരിക്കുന്നത്. അതാണ് ഈ സാരിയുടെ പ്രത്യേകത. അതുകൊണ്ട് അതിനെ ഒത്തിരി ഭംഗിയാക്കുകയും കൂടെ ചെയ്യുന്നു. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇതേ കട്ട് വർക്ക് തന്നെ വരുന്നുണ്ട്. ഈ കട്ട് വർക്ക് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഹാഫായിട്ട്. റേറ്റ് 3845. ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഡിസൈനുകളെല്ലാം സെയിം തന്നെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഈ കളറിൽ മാത്രം മാറ്റുള്ളൂ. റേറ്റ് 3845 ആണ്. സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്ക് തന്നെ ഇതിനും വരുന്നുണ്ട്. ബോഡി പാർട്ട് ഹാഫായിട്ട് തന്നെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ബോർഡർ കട്ട് വർക്കുമായിട്ടാണ് വരിക. ചെറുപയർ പച്ചയുടെ ഒരു ഷെയ്ഡായിട്ടാണ് വരിക. നമുക്കൊരു പാർട്ടിയിലൊക്കെ പ്രൗഢിയോടെ നിൽക്കാനും, അതുപോലെ നമുക്ക് ഒത്തിരി റേറ്റ് അല്ലാതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 3845 ഈ സാരി വന്നത്. നമുക്ക് അങ്ങനെ വെയർ ചെയ്ത് ഇത് നമുക്ക് വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതേ കട്ട് വർക്ക് തന്നെ വരുന്നുണ്ട്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 5 ഷെയ്ഡുകളുണ്ട് ഇതിൻ്റെ. ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.